ഇപ്പോൾ RV ബാബു ഈ അവസരത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ എത്തിയിട്ടുണ്ട്. സാർ, കേരളത്തിലെ ക്രിമിനലുകൾ ഭരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സർവത്ര കുറ്റവാളികളാണ്, ക്ഷേത്രങ്ങൾ മുഴുവൻ കൈയടക്കിയിരിക്കുന്നത് കുറ്റവാളികളാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയല്ലേ? ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള കേരള ഹൈക്കോടതിയുടെ വിമർശനം അത് ശരിയായ ഒരു വിമർശനമാണ്, വസ്തുതാപരവുമാണ്. ഈ കാര്യം എത്രയോ കാലങ്ങളായിട്ട് ഹൈന്ദവ സംഘടനകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ഈ തരത്തിൽ ആസൂത്രിതമായി ഭരണസമിതികൾ പിടിച്ചെടുത്ത് തങ്ങൾ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ ഭരിക്കുന്ന കക്ഷി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം എത്രയോ കാലങ്ങളായിട്ട് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്തൊക്കെ ഈ പറയുന്ന കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ സർക്കാരിനും ദേവസ്വം ബോർഡിന്റെയും പല നിലപാടുകൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. സംഘപരിവാർ സംഘടനകളാണ് പറയുന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ വിമർശനങ്ങളെയൊക്കെ തള്ളിക്കളയുകയും ആ വിമർശനങ്ങൾ സ്വീകരിച്ചാൽ അത് സംഘപരിവാർ സംഘടനകളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും എന്നൊക്കെയാണ് ഇവർ ധരിച്ചു വെച്ചിരുന്നത്. ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ കമ്മിറ്റികൾ പിടിച്ചെടുത്ത് ക്ഷേത്ര സങ്കേതങ്ങളിൽ നിന്ന് ഭക്തജന സംഘടനകളെ പുറത്താക്കി ഹൈന്ദവ സംസ്കാരത്തിന്റെ ബിംബങ്ങളായിട്ട് അറിയപ്പെടുന്ന കാവ്യ അതേപോലുള്ള അലങ്കാരങ്ങൾ ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിൽ പാടില്ല എന്നൊക്കെയുള്ള ഉത്തരവ് ഈ പറയുന്ന കോടതികൾ തന്നെ നൽകിയിട്ടുള്ളതല്ലേ. അപ്പോ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമാണ് കാവ്യ എന്നും അതേപോലെ ഹൈന്ദവ സംഘടനകൾ ഭക്തജന സംഘടനകളുടെയൊക്കെ പ്രവർത്തനം ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കേണ്ടതാണെന്നും അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നവീകരിക്കപ്പെട്ടതും പുനരുദ്ധരിക്കപ്പെട്ടതും എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം കാണാതെയാണ് കോടതികളൊക്കെ ഇത്രയും കാലം കഴിഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് കോടതി വിമർശിക്കലല്ല. ഈ കോടതികളൊക്കെ നേരത്തെ കണ്ണു തുറന്നിരുന്നെങ്കിൽ, ഈ ദൈവങ്ങളൊക്കെ നേരത്തെ കണ്ണു തുറന്നിരുന്നെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്നും കൊള്ളയടിക്കുന്ന ആ രീതി അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഈ കോടതി ദൈവങ്ങൾക്ക് കണ്ണു തുറക്കാൻ തോന്നിയതില് നന്ദിയുണ്ട്. നമുക്ക് അവരോടൊരു നല്ല നമസ്കാരവും പറയാം. അത്രമാത്രം വേദനയും വിഷമവും ഹൈന്ദവ സമൂഹത്തിന് ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ പലപ്പോഴും കോടതിയിൽ ഈ വിഷയവുമായിട്ട് പോയിട്ടുണ്ട്. ശ്രീ RV ബാബു, വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ്? ഇതിന്റെ ആവശ്യമുണ്ടോ? വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് കോടതിക്ക് ഇത് ആദ്യമായിട്ട് അറിയുന്ന കേസല്ലാന്നേ. ഞാൻ കോടതിയെ വിമർശിക്കുന്നത് കോടതിയോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടുള്ള അല്ല. ഈ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് എത്രയോ വട്ടം കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതടക്കം കോടതി ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ, അതേപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒക്കെ വരവ് ചെലവ് കണക്കുകൾ തന്നാണ്ടത്തെ വരവ് ചെലവ് കണക്കുകളില്ലെന്നും ഓരോ ഓഡിറ്റ് റിപ്പോർട്ടും ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് എന്നും എത്രയോ വട്ടമായിട്ട് ഹിന്ദു സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളെയൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിട്ട് അവരോടൊപ്പം നിന്ന ആളുകളാണ് ഈ സംവിധാനങ്ങളൊക്കെ. അപ്പോ വരവ് ചെലവ് കണക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡുകൾക്കില്ലെന്നും അഴിമതിക്ക് വേണ്ടിയാണ് ഇതൊക്കെ മൂടി വെക്കുന്നത് എന്നുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഹിന്ദു സംഘടനകൾ എത്രയോ കാലങ്ങളായിട്ട് ഈ സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ കോടതിയുടെ കണ്ടെത്തൽ ഏതായാലും സ്വാഗതാർഹമാണ്. ഇവിടെ അറിയേണ്ടത് കോടതി ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കാനാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ്. ഈ വെറും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കയ്യടി നേടുന്ന ഗാലറിയിലെ കയ്യടി നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാവരുത് കോടതി ഉൾപ്പെടെ സംവിധാനങ്ങൾ നടത്തേണ്ടത്. ആ കാര്യത്തിൽ എനിക്ക് കോടതിയുടെ ഇത്തരം നിലപാടുകളോട് ഒട്ടും യോജിപ്പില്ല എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. വിശ്വാസികൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്കൊക്കെ അങ്ങേയറ്റം കാര്യങ്ങൾ പലപ്പോഴും കോടതി കണ്ണടച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ശക്തമായ ചില നടപടി എടുത്തു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണെങ്കിലും ഈ തരത്തിലേക്ക് ക്ഷേത്രങ്ങളെ എത്തിച്ചതിൽ കോടതിക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. എന്റെ മുമ്പിൽ അതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോടതിയെ ഞാൻ ഇത്രയും രൂക്ഷമായി വിമർശിക്കുന്നത്.